നമുക്ക് മലപ്പുറത്തോട്ടൊന്ന് പോകാം. മലപ്പുറത്ത് കഴിഞ്ഞ കുറച്ച് ദിവസം മണിക്കൂറുകളായിട്ട് തിരിഞ്ഞുകൊണ്ടിരുന്ന ഒരു മനുഷ്യനെ കണ്ടെത്തി എന്നൊരു വാർത്ത വരുന്നുണ്ട് കേട്ടോ. മലപ്പുറത്ത് വളാഞ്ചേരിയിൽ പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ വ്യാപക തെരച്ചിലിനൊടുവിൽ വയോധികനെ കണ്ടെത്തി. ചേരുകുളം പ്രദേശത്തെ ആളൊഴിഞ്ഞ കുന്നിൽ നിന്നാണ് 96 വയസ്സുകാരൻ പോക്കറെ കണ്ടെത്തിയത്. ഈ പോക്കറമാവിന് വല്ലാത്ത പണിയാ ഒപ്പിച്ചത്. കഴിഞ്ഞ ദിവസം പ്രദേശത്തെ കുറ്റിക്കാടിനടുത്ത് നിന്ന് പോക്കറിന്റെ ചെരുപ്പ് കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ എത്തിയാണ് വയോധികന് വേണ്ടി തെരച്ചിൽ നടത്തിയിരുന്നത്. പോക്കറമ്മാവനെ പ്രേക്ഷകർക്ക് കാണാം. മാവൻ എന്തിനാണ് അങ്ങോട്ട് പോയതെന്ന് മനസ്സിലാവുന്നില്ല. സോണൽ കൃഷ്ണയുണ്ട്. സോണൽ, നാട്ടുകാരെ വല്ലാതെ ചുറ്റിച്ചു അല്ലേ? 96 വയസ്സുണ്ട്, ആ കുന്ന് കയറി പോയതാണ്. ഈ 2 ദിവസമായിട്ട് ഭക്ഷണം എന്തെങ്കിലും കഴിച്ചോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരം? എങ്ങനെയാണ് കണ്ടെത്തിയത് സോണൽ കൃഷ്ണ പോക്കറമ്മാവനെ? അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. ഈ പോക്കറമാവിനെ കൃത്യമായ തിരച്ചിലിനൊടുവിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളൊരു ആശ്വാസകരമായിട്ടുള്ള വാർത്ത തന്നെയാണ് ഇന്ന് രാവിലെ തന്നെ നമ്മളെ തേടിയെത്തിയത്. അതായത് കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോട് കൂടിയിട്ടാണ് അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അതിനുശേഷം പിന്നീട് വീട്ടിലേക്ക് തിരിച്ചു വരാത്തൊരു സാഹചര്യം ഉണ്ടായി. 96 വയസ്സാണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് ആ സമയം തന്നെ പ്രദേശവാസികളൊക്കെ തന്നെ ഇവരുടെ കുടുംബം ഈ വിവരം അറിയിക്കുന്നുണ്ട്. ഇതിനെ തുടർന്ന് വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലും അറിയിച്ചു. അന്ന് തുടങ്ങിയ, അതായത് ബുധനാഴ്ച ഏകദേശം 5 മണിയോട് തുടങ്ങിയ തിരച്ചിലാണ് ഇന്ന് രാവിലെ വരെ എത്തിയിട്ടുള്ളത്. അതായത് അന്ന് ആ പ്രദേശം മുഴുവൻ വളാഞ്ചേരി പോലീസിന്റെ നേതൃത്വത്തിലും ആ പ്രദേശവാസികളുടെ നാട്ടുകാരുടെ ഒരു സഹകരണം എടുത്തു പറയേണ്ടതാണ്. അന്ന് രാത്രി മുതൽ പുലർച്ചെ 3 മണി വരെ അവിടെ തിരയുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷം ഇന്നലെ ഡോഗ് സ്ക്വാഡും അതുപോലെ തന്നെ ഫയർഫോഴ്സും ഡ്രോൺ ഉൾപ്പെടെയുള്ള സംഘങ്ങൾ എത്തിച്ചുകൊണ്ടാണ് ആ പരിസര പ്രദേശത്ത് തിരച്ചിൽ നടത്തിയിരുന്നത്. അതിന്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. വലിയൊരു ആശങ്ക നിലനിന്നിരുന്നു. കാരണം ഇത്രയും 96 വയസ്സായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം എങ്ങോട്ടേക്ക് പോകാനാണ് എന്നുള്ളൊരു സാധ്യത അവർ പരിഗണിച്ചുകൊണ്ട് ഇന്നലെ നടത്തിയ തിരച്ചിലിനൊടുവിൽ 2 ചെരുപ്പുകൾ, അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ചെരുപ്പുകൾ കണ്ടെത്തിയിരുന്നു. പിന്നീട് ആ പ്രദേശം കേന്ദ്രീകരിച്ചായിരുന്നു തിരച്ചിൽ നടത്തിയത്. പക്ഷേ ആ ഫലമുണ്ടായില്ല. ഇന്നലെ രാത്രി ഏറെ വൈകിയും തിരച്ചിൽ നടത്തിയെങ്കിലും അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്ന് രാവിലെ പുലർച്ചെയോടെ വീണ്ടും തിരച്ചിൽ ആരംഭിക്കുന്നു. അങ്ങനെയാണ് ആളൊഴിഞ്ഞ പ്രദേശത്ത്, ആ ചേരുകുളം പ്രദേശത്ത് ഒരു കുന്നിൻ മുകളിൽ നിന്ന് ആ പോക്കറിനെ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ആശ്വാസം എന്ന് പറയട്ടെ, ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിനില്ല. എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിനെ ഇന്ന് രാവിലെ കണ്ടെത്തിയ പാട് തന്നെ വളാഞ്ചേരിയിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമികമായി നൽകേണ്ട ചികിത്സ നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ പോക്കറമാവൻ ആള് പൂർണ്ണ ആരോഗ്യവാനാണ്. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. എന്തായാലും ആശ്വാസകരം എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിന് ആ തിരച്ചിലിനൊടുവിൽ നാട്ടുകാരുടെ പൂർണ്ണ സഹകരണം. അക്കാര്യത്തിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണമില്ല. ചെറിയ ഓർമ്മയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് നമ്മൾ ആ നാട്ടുകാരുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ശരിയാണ്. അപ്പോൾ സോണൽ കൃഷ്ണയാണ് പോക്കറമ്മാവനെ നോക്കൂ, 96 വയസ്സുള്ള ഒരു കുന്നിൻ്റെ മുകളിലോട്ട് നടന്നു കയറി പോയതാണ്. എന്തിനാണ് പോയതെന്ന് ചിലപ്പോൾ ഓർമ്മയുടെ ചില കണ്ണികൾ അവിടെയും ഇവിടെയൊക്കെ ഒന്ന് പിണങ്ങിയിരിക്കുന്നുണ്ടാവും. ചിലപ്പോൾ വഴിതെറ്റിപ്പോയതാവാം. പക്ഷേ എന്നാലും ആലോചിച്ചു, 96 വയസ്സിൽ ആ കുന്നൊക്കെ കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ പോക്കറമ്മാവൻ ചെറുപ്പകാലത്ത് എത്രമാത്രം കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടാവും അല്ലേ? 96 വയസ്സുണ്ട്. ഇപ്പോൾ 45-50 വയസ്സാകുമ്പോഴേക്കും പടി കയറുന്ന സമയത്ത് ഉൾക്കി എന്ന് പറയുന്ന അവസ്ഥയാണ് നമ്മുടെ പോക്കറമ്മാവൻ നല്ല വയറ് വേറെ പോലെ ചെറുപ്പൊക്കെ ഊരിയിട്ടിട്ട് കൂളായിട്ട് നടന്നു കയറി പോയത്. പോക്കറമ്മാവനെ തെരഞ്ഞ ചെറുപ്പക്കാർക്ക് ക്ഷീണമായി. പോക്കറമ്മാവൻ കൂളായിട്ട് വന്നു. മുകളിൽ നല്ല സൂര്യോദയങ്ങളൊക്കെ കണ്ടു. അങ്ങനല്ല, ചെറിയ ബുദ്ധിമുട്ട് ചിലപ്പോൾ ഉണ്ടാവും. നമ്മുടെയൊക്കെ അമ്മാവന്മാർ കണ്ടിട്ടില്ലേ, ചില സമയത്ത് 90 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓർമ്മയങ്ങ് ഇല്ലാതായി പോകും. പുറത്തിറക്കി വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലോട്ട് തന്നെ തിരിച്ചു വരുമെന്നുള്ള ഒരു ഉറപ്പില്ല. അങ്ങനെയൊക്കെയുള്ള ചില അമ്മാവന്മാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. നമുക്ക് പരിചയത്തിലുള്ള ചില അമ്മാവന്മാരും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ എങ്ങോട്ട് പോയി എന്നത് കണ്ടുപിടിക്കാൻ പ്രശ്നമാണ്. സ്ഥിരമായിട്ട് പോകുന്നൊരു ചായക്കട ഉണ്ടാവും, അവിടെ ഒരു ബെഞ്ചുണ്ടാവും. അത് എത്ര തെറ്റിയാലും മാറില്ല കേട്ടോ. എത്ര പ്രായമുണ്ടെങ്കിലും ഓർമ്മക്കുറവുണ്ടെങ്കിലും ചില മനുഷ്യരുടെ ഓർമ്മയിലുണ്ടാവും. ഒരു ഓലമേഞ്ഞ ഒരു ചായക്കടയുടെ അറ്റത്തെ ഈ ഇളകിയിരിക്കുന്ന ഒരു ബെഞ്ചിൻ്റെ അറ്റത്ത് ചിലപ്പോൾ ഈ അമ്മാവന്മാരെ നമുക്ക് കാണാൻ പറ്റും. കാലങ്ങൾ എത്ര മാറിയാലും അവർക്ക് ആ വഴി മാത്രം തെറ്റത്തില്ല. അതാണ്